ഹലോ. അപ്പോൾ എന്താ ബ്രോ, ലാലേട്ടൻ പടത്തിന് പോസിറ്റീവ് ആയതുകൊണ്ട് റിവ്യൂ ഒന്നും പറയാൻ വയ്യെന്ന് ചോദിച്ചിട്ട് കുറേ പേര് തുടരും റിവ്യൂ എവിടെയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പടം കണ്ടിട്ട് റിവ്യൂ പറയാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല. യെസ്, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം കാണാൻ കാത്തിരുന്ന ഒരു ലാലേട്ടൻ പടം. ഇപ്പോൾ ലാലേട്ടൻ്റെ കുറേ ക്യാരക്ടറിനെ നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ട്, ഊക്കി പൊളിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ലാലേട്ടനെ നമുക്ക് ഇഷ്ടമാണ്. ലാലേട്ടനെ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ? ഉണ്ടോ? നീ പറ. ആന, കടൽ, മോഹൻലാൽ, ഇത് മൂന്നും. കടൽ എവിടെ നിന്ന്? അങ്ങനെ നമുക്ക് കടൽ കണ്ടാ മടുക്കുവോ? ഓ അങ്ങനെ. ആനയെ കണ്ടാ മടുക്കുവോ? മോഹൻലാൽ. ഈ മൂന്ന് സംഭവങ്ങൾ മലയാളികൾ ഒരിക്കലും മടുക്കത്തില്ല. അത് വീണ്ടും തെളിയിച്ചാണ് തുടരും മൂവിയിലൂടെ. കഴിച്ചപ്പോൾ എല്ലാവരും എന്നെ ഒരു ലാലേട്ടൻ ഹേറ്ററാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ തുടരും കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഉള്ളിലെ ഒരു ലാൽ ഫാൻ ബോയ് ഉണർന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു തുടരും. യെസ്, കറക്റ്റ് ഒരു ഫാൻ ബോയ് സംഭവമല്ലേ പടം. അതാ ഒരു ഇപ്പം ഫാൻ ബോയ് എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നേ കണ്ടിട്ടുള്ള പൃഥ്വിരാജ് എന്താ പറയുന്നത്, ലൂസിഫറിലൊരു ഫാൻ ബോയ് ട്രിബ്യൂട്ടായിരുന്നു കൊടുത്തത്. അതേ കണക്ക് തരുൺ മൂർത്തി അയാളുടെ ആയിട്ടുള്ള സ്റ്റൈലിൽ ഒരു പക്ക ഒരു നാടൻ പടം സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ സിനിമ തുടങ്ങി ഒരു ടൈറ്റിൽ തുടങ്ങും, ലാലേട്ടൻ്റെ കുറച്ച് വിൻറ്റേജ് ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ്. അതിനകത്ത് ഇപ്പോഴത്തെ ഒരു കൊറിയൻ പാൻറ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടൊരു പരിപാടിയുണ്ട്. അതെനിക്ക് പക്ഷേ ചിലതൊക്കെ കുറച്ചേ അത് ശോഭനയായിട്ടൊക്കെ ഉള്ള കുറച്ച്. എന്തായാലും ആ ഒരു ടൈറ്റിൽ സോങ്ങിൽ ലാലേട്ടന്റെ കുറച്ച് പഴയ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ തുടങ്ങാം. നമ്മൾ ആ മിസ് ചെയ്ത ലാലേട്ടനെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. ആ ഒരു ഫീല് അപ്പോഴേ നമുക്ക് മനസ്സിലായി, ഓഹ് ഇത് സംഭവം പടം സാധനം ഉണ്ട്. ആ ഒരു കുറച്ച് സെക്കൻഡ്സ് ഉള്ളിൽ തന്നെ നമ്മള് പടത്തിനകത്ത് അങ്ങ് ഇന്നാവുകയാണ്. ടൈറ്റിൽ കാർഡ് തന്നെ മതി. എന്താണ് കംപ്ലീറ്റ് ആക്ടർ എന്നോ മറ്റേ പരിപാടിയൊന്നും ഇല്ല. ഒരു ആന കൊമ്പനകത്ത് മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുകയാണ്. അവിടുന്ന് സംഭവം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഹൗസ്ഫുൾ ഷോ ആണ് ഞാൻ കണ്ടത്. തിയേറ്റർ ഫുൾ ഞാൻ മൊത്തം ഫാമിലീസ്, അതായത് ഒരു പോസിറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഫാമിലീസിന്റെ ഇതാണ്. പിന്നെ ഫുൾ പോസിറ്റീവ് ആയ പടത്തിന് അറിയാലോ. ഇപ്പം തന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ടിക്കറ്റ് കിട്ടാനില്ല. 2 ആഴ്ചത്തേക്കുള്ള ടിക്കറ്റ് ഒക്കെ പോയി കഴിഞ്ഞു. 50 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഇറങ്ങി ഇപ്പൊ തന്നെ. ഫാമിലി ഓഡിയൻസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ ഞാൻ ചില മൂവ്മെന്റ്സ് ഒക്കെ എനിക്ക് അങ്ങോട്ട് കൈ അടിക്കണം അല്ലെങ്കിൽ എൻജോയ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഫാമിലി ആയതുകൊണ്ട്, ഫാമിലി ഓഡിയൻസ് ആയതുകൊണ്ട് അത്ര സെറ്റ് ആയില്ല. പിന്നെ ഇത് പലരും അത് പറഞ്ഞതെന്ന് വെച്ചാല് കൈയടിക്കാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. ആ സിനിമയുടെ അത്ര ഒരു ഇമോഷണലി കണക്ട് ആയിരുന്നോണ്ട് തന്നെ. അപ്പോൾ സിനിമ തുടങ്ങി, ടൈറ്റിൽ കഴിഞ്ഞു, പടം ഇങ്ങനെ തുടങ്ങുകയാണ്. കുറച്ച് കോമഡി ഫണ്ണൊക്കെ ആയിട്ട്. എന്താണ് പഴയ ലാലേട്ടൻ അത്ര ഒരു സംഭവം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാലേട്ടന്റെ ആ കോസ്റ്റ്യൂം, അത് ആ മാല, കോസ്റ്റ്യൂം, ആ താടി എല്ലാം ഫ്ലെക്സിബിൾ ലാലേട്ടൻ. പക്കായിട്ട് ആ മുണ്ടൊക്കെ കുത്തിയ നല്ല ഭംഗിയായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമ. നമുക്ക് അതാ പറഞ്ഞ ആന, കടൽ, മോഹൻലാൽ, ഇത് മൂന്നും നമ്മൾ മടുക്കത്തില്ല, കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് ഫാമിലി മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നൈസ് കുറച്ച് റെഫറൻസും കോമഡിയും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ അമൽ ഡേവിസ് വരുന്നൊരു സീനുണ്ടല്ലോ, അത് നൈസ് ആയിരുന്നല്ലേ. അധികാരം റിവ്യൂവിൽ പറയാതെ പോയതാണ്. കുറച്ച് സീനുള്ളൂ. അമൽ ഡേവിസ് വന്നപ്പോഴേ പുള്ളിയുടെയൊക്കെ ഒരു ലാലേട്ടനുമായിട്ടുള്ള ഒരു എനിക്ക് ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിച്ചതും മോളായിട്ട് അഭിനയിച്ചതും എനിക്കൊരു മെയിനായിട്ടൊരു മിസ്കാസ്റ്റ് വരാനുള്ളത് ആ ലാലേട്ടൻ്റെ മോളാണ്. പുള്ളിക്കാരിയുടെ നീ ശ്രദ്ധിച്ചോ? എനിക്കത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് ഭയങ്കര അത് മാക്സിമം ക്യാമറയിൽ മുഖം വരാത്ത രീതിയിലാണ് പുള്ളിക്കാരി അഭിനയിപ്പിച്ചിരിക്കുന്നത്. എല്ലാം ആ ഡയലോഗ് ഡെലിവറി ആയാലും ഭയങ്കര ഒരു ഞാനിപ്പോ അഭിനയിക്കാൻ പോവാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ആക്ടിങ് ആയിരുന്നു. എല്ലാത്തിനകത്തും കുറച്ച് പോരായ്മകളൊക്കെ വരത്തില്ല. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അമൽ ഡേവിസ് വന്നപ്പോഴാണെങ്കിൽ അപ്പോഴാണ് മനസ്സിലായത് ആ ലാലേട്ടനുമായിട്ടൊക്കെ നിന്ന് അഭിനയിക്കുന്ന ഒരു മറ്റേ ഹൃദയപൂർവ്വത്തിൽ ഇനി മെയിൻ റോൾ അല്ലേ. അത് ഈ അമൽ ഡേവിസിന് പിന്നെ വേറെ വൃത്തിയുണ്ട്. ഈ പഴയ നമ്മുടെ ഈ പറഞ്ഞ അജു വർഗീസിന്റെ ഒക്കെ കണക്ക് ഈ വലിയ ആക്ടേഴ്സിന്റെ കൂടെ പിടിച്ചിരിക്കാനുള്ള ഒരു കഴിവുണ്ട് ഭയങ്കരമായിട്ട്. അങ്ങനെ അവിടുന്ന് ഫണ്ടിൽ ഇങ്ങനെ പോകുന്ന സിനിമയാണ് കേട്ടോ. ഇന്റർവെല്ലൊക്കെ ആവാറാകുമ്പോഴത്തേക്ക് നമ്മൾ പോലും അറിയാത്ത സിനിമയുടെ ഒരു ഫ്ലോ. പഞ്ച് അടിപൊളിയായിരുന്നു. ഇന്റർവൽ പഞ്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫും അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് പറയട്ടെ, ഇന്റർവൽ പഞ്ചിലാണ് നമ്മുടെ സിനിമയുടെ മെയിൻ താരം എത്തുന്നത്. ലാലേട്ടനോടൊപ്പം തന്നെ എല്ലാരും പറഞ്ഞ ഒരു പടത്തിലെ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട എന്താ, ഒരു നായകൻ, നായകനെ സ്ട്രോങ് ആക്കുന്ന ആരാണ്? വില്ലൻ. നായകനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ. അതിനെ ഷോൾഡർ ചെയ്യുന്നത് ഫസ്റ്റ് നായകൻ. അതായത് ഒരു ഹീറോ ഓറിയന്റഡ് ഫിലിം ആണെങ്കിൽ ഫസ്റ്റ് നായകൻ, പിന്നെ അതോടൊപ്പം തന്നെ അപ്പുറത്തെ ഷോൾഡർ ചെയ്യേണ്ടതാണ് ഒരു വില്ലൻ. ഹലോ, ഇതേ കണക്കൊരു ഓർമ്മയുണ്ട്? അതല്ല, ഹലോ ഇങ്ങനെയല്ലേ പറയുന്നത്. ഇതേ കണക്കൊരു വില്ലനെ കുറെ നാളുകൊണ്ട് മലയാള സിനിമ മിസ് ചെയ്തേ. അതെനിക്ക് തോന്നുന്നു ഇത് വേറൊരു ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു നടനാണെങ്കിൽ പോലും നമുക്ക് അത്ര തോന്നത്തില്ലല്ലേ.
അതാണ് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന് പറയുന്നത്. അതായത് അതാ നീ പറഞ്ഞ കണക്ക് പുതിയൊരാളെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇപ്പം കലാഭവൻ ഷാജോൺ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും എന്തോ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ തന്നെ പോലീസ് റോള് കാണുമ്പോഴേ തോന്നും ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞങ്ങള് അറിഞ്ഞിട്ട് പോയിട്ടാ ഇത് ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടവർക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. അന്നേരം അയാളുടെ ഓറ എന്ന് മനസ്സിലാവും. ഫീൽ എനിക്ക് കിട്ടി കേട്ടോ, അത് വൻ സംഭവമായിരുന്നു. പിന്നെ ബിനു പപ്പുവിന്റെ ക്യാരക്ടർ ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആളൊരു പണ്ടേ സിനിമയിൽ ചാൻസ് ഒക്കെ ചോദിച്ച് പിന്നെ വർക്കൊക്കെ ചെയ്ത് പിന്നെ ആർട്ട് ഡയറക്ഷൻ ഒക്കെ ആയിട്ട് നടന്ന് മെയിനായിട്ട് ഈ FB തരുൺമൂർത്തി അറിയാലോ, ഭയങ്കര അപ്ഡേറ്റഡ് ആണെന്ന് കാണിക്കാനാണ്. FBയിലെ കുറെ അപരാധം, മലങ്കൾട്ട്, അങ്ങനത്തെ കുറെ പരിപാടി അത് കുറച്ച് റെപ്പറ്റീഷൻ ആയിട്ടൊക്കെ വന്ന് പിന്നെ അത് ആ ക്യാരക്ടറിന്റെ ഇതിൽ നമുക്ക് കുഴപ്പമില്ലാതെ പോയി. പുള്ളി ഇങ്ങനെ അപരാധം എന്നൊക്കെ പറഞ്ഞു അത് ഇച്ചിരി കൂടുതലായി പോയി. പക്ഷെ അത് കുഴപ്പമില്ല, ആ ക്യാരക്ടറിന് അത് വേണം. ഇപ്പോൾ സെക്കൻഡ് ഇന്റർവെല്ലാവുമ്പോൾ തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചാണ്. ഞാൻ ശരിക്കും ടോയ്ലറ്റിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തത് ആരായിരിക്കും ഇനി. ഇത് സ്പോയിലറാണ് കേട്ടോ, ഇത് ഇവിടം തൊട്ട് നിങ്ങൾ റിവ്യൂ കണ്ടവർ, പടം കണ്ടവർ മാത്രം റിവ്യൂ കണ്ടവർ അവരായിരിക്കും കാണുന്നത്. അപ്പോൾ ഇത് ആരായിരിക്കും, മറ്റേ നത്താണോ അതോ ഇനി അർജുൻ അശോകനാണോ അങ്ങനെയൊക്കെ. ലാലേട്ടൻ മോനൊക്കെ ആണെന്ന് വിചാരിച്ചു, അതിനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻ്റർവെല്ലിൽ തന്നെ നമ്മൾ പടം ലോക്കാക്കിയാണ് വിട്ടത് തന്നെ. പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഫുൾ ഹൈ അല്ലേ, പടം കത്തി കയറുക. അതായത് പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇപ്പം ഭയങ്കര ഫൈറ്റോ അങ്ങനെയുള്ള അതൊന്നും പ്രതീക്ഷ വരില്ല, പക്ഷെ ഫൈറ്റ് ഉണ്ട് പടത്തിനകത്ത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതൊന്നും അല്ല, സ്പോയിലറൊന്നും അല്ല, എന്നാലും ലാലേട്ടൻ്റെ ഫ്ലെക്സിബിലിറ്റി അത് പറഞ്ഞു പറ്റും. അതായത് ആ ഒരു സീനുണ്ട്, ഒരു വിൻഡോയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കൈ കുത്തിയിട്ട് ഇങ്ങനെ ചാടി വരുന്ന ഒരു സീനുണ്ട്. സ്റ്റേഷൻ പൊളി, ജംഗിൾ പൊളി പോലെ ഒരു സ്റ്റേഷൻ പൊളി സാധനം മോനെ. അത് കണ്ടപ്പോ ആരായാലും കൈ അടിച്ചു. ഞാൻ അമ്മയായിട്ടാ പോയ, അമ്മ വരെ കൈ അടിച്ചത് കണ്ടിട്ട്. അതാണ് ലാലേട്ടൻ. എന്നിട്ട് വേറെ ക്ഷമ പരീക്ഷണം ഉണ്ടല്ലേ ലാലേട്ടൻ. സാധനം അതായത് നമ്മളിലെ ഒപ്പം സിനിമയിൽ കണ്ട കണക്ക് ഒപ്പത്തിനകത്ത് അങ്ങനെ ഒരു സീനുണ്ട്, ജയിലിനകത്ത് സ്റ്റേഷനകത്ത് വെച്ചിട്ടുള്ളൊരു ഫൈറ്റ്. അതൊക്കെ അതിനകത്ത് അതേ രീതിയിൽ അതേ കണക്കുള്ള കോസ്റ്റ്യൂമിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫൈറ്റിനിടയ്ക്ക് വേറെ സാധനം ഉണ്ട്, ഇങ്ങനെ ഒരു മുണ്ട് കയ്യിൽ ഇങ്ങനെ ബാക്കിലോട്ട് ഇട്ട് മോഹൻലാൽ ഇങ്ങനെ നോക്കുന്നൊരു സീനുണ്ട് ലാലേട്ടൻ. അത് അടിക്കുന്നതിന്റെ അല്ല, അതിനെക്കാട്ടി ഇമ്പാക്ട് ആ ലോഡ്ജിലടിയാണ് കേട്ടോ. ഇനിയൊരു 100 പോലീസുകാരെ വരെ അടിച്ചിടും നമുക്ക്, നമ്മളെ അത് അത്ര വിശ്വസിക്കുന്ന രീതിയിലാണ് ആ ക്യാരക്ടർ. കാരണം ക്യാരക്ടറിനെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, പണ്ട് സ്റ്റണ്ട് പരിപാടിയുള്ള, അതായത് എന്താ പറയുക, ഇപ്പൊ നമ്മളില്ല മലയാളത്തിൽ ത്യാഗരാജൻ മാസ്റ്ററിനെ ഒക്കെ പറയുന്ന കണക്ക് അതാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് സത്യത്തിൽ അതാണ്. അപ്പൊ അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പോഴേ നമുക്ക് കത്തും എന്താ ലാലേട്ടൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇത് അടുത്തന്നെ എടുക്കാൻ. അതിനിങ്ങനെ വരാനായിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞാൽ കുറെ ക്ഷമ പരീക്ഷയല്ലേ, ഇത് എന്താ കാണിക്കാത്ത, ഇത് കുറെ നേരം ആയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ ആ ലോഡ്ജിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതിൽ കുറെ പേര് റിവ്യൂലൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ നിഴല് വരെ അഭിനയിക്കുന്നത്, അതിലൊരു സീനുണ്ട് കേട്ടോ. ആ പോലീസുകാരന്റെ കൂടെ നിഴല് വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര അതൊക്കെ അതാണ് ലാലേട്ടനെ എങ്ങനെ ഫ്രെയിം ചെയ്യിക്കണം അതേ രീതി കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ വില്ലൻ കാണിച്ചത് വെച്ച് നോക്കുമ്പോ ഇച്ചിരി അവന് ഇച്ചിരി കുറഞ്ഞു പോയെന്നൊക്കെ പലയിടത്തും തോന്നി. അതാണ് വില്ലന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഒരു സിനിമയിൽ വില്ലന്റെ ഇമ്പാക്ട് അതാണ്. നമുക്ക് ഇപ്പം ദൃശ്യത്തിനകത്ത് നമുക്ക് തോന്നും ഷാജോണ അവന് കിട്ടിയായിരുന്നെങ്കിൽ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ആ പോലീസുകാരന്. അപ്പൊ ആ ഒരു സാധനം ഇതിനകത്ത് നമുക്ക് രണ്ടുപേരുണ്ട്, അവരെ രണ്ടുപേർക്ക് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഒരു ലാലേട്ടൻ പടം കാണാൻ വരുന്നവർക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാൻ പറ്റുന്ന കുറെ നാൾക്ക് ശേഷം ഒരു നല്ലൊരു ലാലേട്ടൻ പടം. എന്റെ ഒരു അഭിപ്രായം ഞാൻ ഒരു 10-ൽ 8 അല്ലേ, നീയോ? ഞാൻ റേറ്റിംഗ് ആയിട്ട് പറയാനും 10-ൽ ഒരു 9 ഒക്കെ കൊടുക്കാം. 10-ൽ ലാലേട്ടൻ ഫാൻ ആണെങ്കിലും 10-ൽ 8 കൊടുക്കുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ മിസ് ചെയ്ത ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, അത് കുറേ നാളായിട്ട്. അതാണ് ഈ പടത്തിന് ഇത്രയും ബൂസ്റ്റ് ചെയ്യാൻ കാരണം. അത് തരുൺമൂർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ നാളായിട്ട് മിസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇപ്പം പണ്ടൊക്കെ ലാലേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ പടം മോശമാണെങ്കിൽ ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കും. കുറേ നാളുകൊണ്ട് അത് മിസ് ചെയ്തു പോയാൽ. പക്ഷേ ഇതിനകത്ത് അതുണ്ട് അല്ലേ, നമ്മൾ ലാലേട്ടനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ട്. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ റിവ്യൂ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു ലാലേട്ടൻ. പറഞ്ഞാലും തീരാത്ത വിസ്മയമാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ് എന്തോ പറയാൻ ചില കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്തു. അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാനത് ഇടയ്ക്ക് പറയണമെന്ന് വിചാരിച്ചു മറന്നുപോയി. അതായത് ഇതിനകത്ത് കരയുന്നൊരു സീനുണ്ട്. അതൊന്നും സ്പോയിലറൊന്നും അല്ല,
എന്നാലും നമ്മൾ പറയാം ബാത്റൂമിലൊക്കെ നിന്ന് ലാലേട്ടൻ കരയുന്നൊരു സീനുണ്ട്. ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ കരയുന്നൊരു സീനുണ്ട്. അതായത് നമ്മൾ പഴയ തന്മാത്രയ്ക്കകത്തൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചൊരു ക്ലാസിക് ഐറ്റം ഉണ്ടല്ലേ, അത് നമുക്ക് ഫീൽ ചെയ്യും. ആ സീനെ ഞാൻ പറഞ്ഞതാ, അത് തിയേറ്റർ ഫുള്ള് സൈലൻസ് ആണ്. ആ സീൻ ഇങ്ങനെ വീണപ്പോ കൈ അടിക്കുന്നു. അതായത് അതിനകത്ത് വീഴുന്നൊരു സീനുണ്ട്. ആ വീഴുന്ന സീൻ വളരെ നാച്ചുറൽ ആയിട്ട് ഇതാണ് നാച്ചുറൽ ആക്ടർ എന്ന് പറയുന്നത്. അതായത് അതങ്ങ് വീഴുക. ആ വീഴുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല ഇത് വീഴുക, ഇത് തന്നെ വീഴുക. നമ്മൾ തന്നെ ബാത്റൂമിലൊക്കെ വീഴുന്നത് അതാണ്. അയാൾ കൈ മുടി മുതൽ കാല് വരെ അഭിനയിക്കുക എന്ന് പറയുന്ന കണക്ക് അതാണ് ലാലേട്ടൻ. പക്കയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കുറേ സീൻസ് അങ്ങനെ ഉണ്ട്. കുറേ ചില എന്താ പറയുന്നത് മഴയത്തൊക്കെ വന്നിരിക്കുന്ന സീൻസൊക്കെ ഉണ്ട്. മഴ നനഞ്ഞ ഇത് കാണിക്കാതെ ആ ഒരു ഷാഡോയിലൊക്കെ നിൽക്കുന്ന കുറേ സീൻസ്. മഴ നനയല്ലോ കുട്ടിച്ച, എല്ലാരും കൂടി എന്നെ മഴയത്ത് നിർത്തിയേക്കല്ലേ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം അയാളുടെ ലാലേട്ടൻ്റെ ബോഡി ഫുൾ അഭിനയിക്കുന്നുണ്ട്, മനസ്സിലായോ? ഇപ്പൊ കൈ ഒരു വട്ടം പറഞ്ഞതാ, വേറെന്തേലും പറ. അത് നിനക്കത് ഇത് എന്ന് വെച്ചാൽ ഇവനെന്താ പ്രശ്നം അറിയാ? എനിക്കൊരു പ്രശ്നമില്ല. ഇവനെന്ന് പറഞ്ഞാ മമ്മൂക്ക ഫാൻ. അതോട് ഇതൊക്കെ കട്ട് ചെയ്യുമ്പോ ഇവനെ ലാലേട്ടൻ്റെ ഈ ചരിഞ്ഞ തോളിലാണ് എന്ത് മലയാള സിനിമ. അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.